ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്ന് OET ലിസണിങ്ങിൻ്റെ സി പാർട്ടിൻ്റെ വീഡിയോയിൽ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. വാട്ട് ഇംപ്രസസ് ഡോക്ടർ കെയ്ൻ മോസ്റ്റ് അബൌട്ട് ദ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ വെറ്റ് AMD? വെറ്റ് AMDക്ക് വേണ്ടിയുള്ള ഡ്രഗ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡോക്ടർ കെയ്നെ മോസ്റ്റായിട്ട്, അതായത് കൂടുതലായിട്ടും ഇംപ്രസ് ചെയ്ത കാര്യം എന്താണ്? ഇതൊരു ഇമോഷണൽ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഇമോഷണൽ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ് ഓരോ ക്വസ്റ്റ്യനിലും കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും മാറും. ഇവിടെ ഇംപ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നൗ ദ ഈസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട്, അതായത് ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആണ്. ആ ഒരു ഈസ് അല്ലെങ്കിൽ ഒരു കംഫർട്ടബിലിറ്റി, അത് ആണ് ഡോക്ടർ കെയ്നെ ഇംപ്രസ് ചെയ്യിച്ചത്. ഓക്കെ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഐസൈറ്റ് ഇംപ്രൂവ്സ് ആസ് എ റിസൾട്ട്. സോ ഈ ഒരു ഡ്രഗ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഏത് ഐസൈറ്റ് ആണ് ഇമ്പ്രൂവ് ആകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഇമ്പ്രൂവ് ആകുന്നതിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റ് എത്രത്തോളമാണ്, അതാണ് ഡോക്ടർ കെയ്നെ ഇംപ്രസ് ചെയ്യിച്ചത്. ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഹൂസ് വിഷൻ സ്റ്റോപ്സ് ഗെറ്റിംഗ് വേഴ്സ്, അതായത് പേഷ്യൻസിൻ്റെ വിഷൻ വേഴ്സ് ആകുന്നത് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പേഷ്യൻസിനാണത് സ്റ്റോപ്പ് ആകുന്നത്, അതാണ് ഡോക്ടർ കെയ്നെ ഇംപ്രസ് ചെയ്യിച്ചത്. ഓക്കെ, ഇതിലേത് കാര്യമാണ് ഡോക്ടർ കെയ്നെ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യിച്ചതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ഈ ഓഡിയോ ഒന്ന് കേൾക്കുക, അതിനുശേഷം ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, How are patients with AMD treated? Until about 10 years ago, there was no treatment. But now regular injections of drugs, the so-called anti-VEGFs, can suppress the protein which triggers rogue vessel formation and leakage. These drugs are injected into the eye. About a third of patients find they can see substantially better as a result, but even more striking is that in about 95% of cases, the condition doesn't deteriorate. The drawback is that the drugs only last 1 or 2 months and patients need frequent injections over long periods of time. സോ ഓഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹൗ ആർ പേഷ്യൻറ്റ് വിത്ത് AMD treated? Until about 10 years ago, there was no treatment. But now, regular injections of drugs, the so-called anti-VEGFs, can suppress the protein which triggers rogue vessel formation and leakage. So, about 10 years ago വരെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തുണ്ട്? റെഗുലർ ഇഞ്ചക്ഷൻ ഉണ്ട്, ഡ്രഗ്, അതായത് ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ആണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദീസ് ഡ്രഗ്സ് ആർ ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ഐ. ഇത് ഐസിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. എബൌട്ട് എ തേർഡ് ഓഫ് പേഷ്യൻസ് ഫൈൻഡ് ദേ ക്യാൻ സീ സബ്സ്റ്റാൻഷ്യലി ബെറ്റർ ആസ് എ റിസൾട്ട്. സോ ഇത്രയും പേഷ്യൻസ്, അതായത് തേർഡ് ഓഫ് പേഷ്യൻസിന് ഡ്രഗ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അവർക്ക് വിഷൻ നല്ലതാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈവൻ മോർ സ്ട്രൈക്കിംഗ് ഈസ് ദാറ്റ് ഇൻ അബൌട്ട് 95% ഓഫ് കേസസ്, അപ്പോൾ 95% കേസസിൽ ദ കണ്ടീഷൻ ഡസൻ ഡിറ്റോറിയറേറ്റ്, കണ്ടീഷൻ ഡിറ്റോറിയറേറ്റ് ആകുന്നില്ല. The drawback is that the drugs only last 1 or 2 months and patients need frequent injections over longer period of time. And ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഡ്രഗ് 1 or 2 മന്തേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് പേഷ്യൻറ്റിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ ആവശ്യമാണ്, ഒരുപാട് നാളുകളിലേക്ക് അല്ലെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിലോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ ആവശ്യമാണെന്നാണ് ഓഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇത് ഐസിൽ ഇഞ്ചക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നൗ ഐസൈറ്റ് ഇമ്പ്രൂവ് ആകുന്നു എന്നും പറയുന്നുണ്ട് അല്ലേ. തേർഡ് ഓഫ് പേഷ്യൻസിന് വിഷൻ ബെറ്റർ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദ നമ്പർ ഓഫ് പേഷ്യൻറ്റ് ഹൂസ് വിഷൻ സ്റ്റോപ്പ് ഗെറ്റിംഗ് വേഴ്സ്, അതായത് 95% ഓഫ് ദ കേസസിൽ പേഷ്യൻ്റെ കണ്ടീഷൻ ഡിറ്റോറിയറേറ്റ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കണ്ടീഷൻ ഡിറ്റോറിയറേറ്റ് ആകുന്നില്ല എന്ന് പറയുമ്പോഴും ബെറ്റർ ആകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ഇമ്പ്രൂവ് ആകുന്നു എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ സിയും നിങ്ങൾക്ക് ഡൗട്ട് വരാം അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ കെയ്നെ കൂടുതൽ ഇംപ്രസ് ആക്കിയ കാര്യമാണ്. അതവിടെ എടുത്ത് പറയുന്നുണ്ട് ഓഡിയോയിൽ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് വിഷൻ ബെറ്റർ ആകുന്നു എന്നത് ഒരു പോസിറ്റീവ് കാര്യമാണ്. സോ ഇംപ്രസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇമോഷനാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളെ അവിടെ ആൻസർ ആയിട്ട് വരുള്ളൂ. സോ വിഷൻ ബെറ്റർ ആകുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ്. യെസ്, ഓക്കെ. സോ ബിയിൽ ഐസൈറ്റ് ഇമ്പ്രൂവ് ആകുന്നു എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്യുക. പക്ഷേ ഈവൻ മോർ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതിലും കൂടുതൽ സ്ട്രൈക്കിംഗ്, അപ്പോൾ മോസ്റ്റ് ഇംപ്രസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്നത്, അതായത് തൊട്ട് മുമ്പ് പറഞ്ഞതിന് അവിടെ എഗെയിൻ ഇമ്പോർട്ടൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, സോ ഈവൻ മോർ സ്ട്രൈക്കിംഗ് ഈസ് ദാറ്റ്
about 95% of cases the condition doesn't deteriorate. അപ്പോൾ number of patients 95% പേഷ്യൻറ്റിന് വിഷൻ വേഴ്സ് ആകുന്നത് സ്റ്റോപ്പ് ആകുന്നു, അതായത് ഡിറ്റോറിയോറേറ്റ് ആകുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സി ആണ്. അത് മോസ്റ്റ് സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നത് കൊണ്ട് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സോ ബിയും സിയും ഓഡിയോയിൽ പറയുന്നുണ്ട്. അത് തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ബി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സി പറയുന്നത്. സോ ബി ഓപ്ഷൻ അവിടെ ഇമ്പോർട്ടൻസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് തിങ്, ക്വസ്റ്റ്യനിൽ മോസ്റ്റ് ഇംപ്രസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ട് ബി ഓപ്ഷൻ പറയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് മോർ സ്ട്രൈക്കിംഗ് എന്നൊരു വാക്ക് എടുത്ത് പറഞ്ഞിട്ടാണ് സി പറയുന്നത്. അതുകൊണ്ടുകൂടെ കൂടിയാണ് സി ഓപ്ഷൻ ആൻസറായിട്ട് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴേ ഓർത്തോണം ഇത് ആൻസറായിട്ട് വരില്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇംപ്രസ് ആണ്. ഇംപ്രസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമോഷനാണ്. സോ ഡ്രോബാക്ക് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 1 or 2 months ആൻഡ് പേഷ്യൻറ്റ് നീഡ് ഫ്രീക്വൻറ്റ് ഇഞ്ചക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ ആൻസറായിട്ട് വരില്ല. കാരണം ഇംപ്രസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇമോഷൻ ആയതുകൊണ്ടാണത് ആൻസറായിട്ട് വരാത്തത്. സോ ഓഡിയോയിൽ നിന്ന് തന്നെ നമുക്കത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇംപ്രസിൻ്റെ സിനോണിം യൂസ് ചെയ്യുന്നുണ്ടോ, ബട്ട് യൂസ് ചെയ്യുമ്പം എങ്ങനെ അത് കൺസിഡർ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു സ്കില്ലാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. സോ നിങ്ങൾ ഓഡിയോ കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണോ ഓഡിയോ കേൾക്കുന്നതെന്ന് അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന രീതി തെറ്റാണ്. ആ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുത്താൽ മാത്രമേ ലിസണിങ്ങിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ എന്ന് മനസ്സിലാക്കുക, എസ്പെഷ്യലി സി പാർട്ടിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലിസണിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും സ്കിൽസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ തന്നെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.